അനീഷ് നൂറയ്ക്ക് മെഡിസിൻ കൊണ്ടു കൊടുത്തിട്ട് മെഡിസിൻ സ്വീകരിക്കില്ല എന്ന് നൂറ പറയാണ്. എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളുടെ ഇന്ന് ഞാൻ മെഡിസിൻ മേടിക്കില്ല എന്ന് പറയാണ്. പക്ഷെ ആദിലാണെങ്കിൽ തന്നെ എന്താണ് താൻ ഇറങ്ങി പോടോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദിലയും നൂറിൽ നിന്നും തെറ്റുവോ വേറൊന്നും അല്ല ഇന്ന് പറയാണ്. നൂറ് ഓപ്പൺ ആയിട്ട് പറയണം അതിലോട്, നീ കാണിക്കുന്ന ചില നേരത്തുള്ള ദേഷ്യം അതൊക്കെ കുറച്ച് കുറയ്ക്കണം, ഇതാവുന്ന എനിക്ക് ഭയങ്കര കൊള്ളുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ജയിൽ ടാസ്കും കഴിഞ്ഞു. അനീഷും ആദിലയും ജയിലിൽ പോയി. പക്ഷെ അവർ രണ്ടും ജയിലിൽ നിന്നിട്ട് അവർ രണ്ടുപേരാണ് സൗഹൃദമായത്. അനീഷും ഷാനവാസും വേർപിരിഞ്ഞു. അവരുടെ സൗഹൃദം വേർപിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെഹർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അത് തന്നെ അനീഷ് മെഡിസിൻ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നൂറ പറയുന്നു വേണ്ട, എനിക്ക് താല്പര്യമില്ല, നിങ്ങളവിടെ വെച്ചിട്ട് പോയിക്കോ. അപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഒരാൾ മെഡിസിൻ കൊണ്ടുവന്ന് തരുമ്പോൾ അത് സ്വീകരിക്കണം. കാരണം എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ അനീഷിന് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് നൂറൊക്കെ എടുത്ത് കൊടുത്തത്. എന്നിട്ട് നൂറ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ നൂറ തന്നെ പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മേടിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കും നൂറ മേടിക്കുക. പക്ഷെ ആദില നൂറേയും അനീഷും പ്രശ്നത്തിൽ ആദ്യം വന്നിട്ട് എടാ തന്നോട് പറഞ്ഞില്ല, താൻ ഇറങ്ങി പോടോ എന്ന്, താൻ്റെ ഓവറാക്ടിങ് ഒന്നും ചെയ്യണ്ട, എന്നിട്ട് താൻ ഇറങ്ങി പോന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു ഷാനവാസ് അനീഷ് ഇഷ്യൂ ആണ് നടക്കുന്നത്. ഈ ഷാനവാസ് ഈ നൂറൊക്കെ മെഡിസിൻ കൊണ്ട് കൊടുക്കുന്ന നേരത്ത് ഇത് വന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഷാനവാസ് പറഞ്ഞു, അതിൽ നിങ്ങൾ എന്ത് മോശം കാണിക്കുന്നത്, കാരണം ഒരാൾ മെഡിസിൻ കൊണ്ടുവന്ന് തരുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഷാനവാസ് അന്ന് നേരത്തെ പറഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കള വെച്ചിട്ട് ഒരു വഴക്കുണ്ടാവുകയാണ്. അനീഷിനെ പറ്റി ഷാനവാസ് ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോൾ അനീഷ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഇഷ്യൂ ആവുന്നുണ്ട്. എന്നിട്ട് കോയിൻ കൊടുക്കാത്തതിന്റെ പേരിലാണ് അനീഷ് സംസാരിക്കുന്നത്. അവസാനം ഷാനവാസ് തന്നെ സൈഗ ഇട്ടിട്ട് അനീഷിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അനീഷും ഷാനവാസ് നമ്മൾ ഭയങ്കര ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് സംസാരിച്ച് ഇതായിട്ടുണ്ട്. പക്ഷെ അനീഷിന് അവസാനം കോയിൻ കിട്ടിയപ്പോൾ സന്തോഷമായി. പിന്നെ കുറെ പുറകെ നടക്കുന്നുണ്ട്. കാരണം ഷാനവാസിനും അനീഷ് തമ്മിലുള്ള തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, നീ എടുക്കേണ്ട സെൻസിൽ നീ എടുക്കുന്നില്ല, നീ അനാവശ്യമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഒരു കാര്യം നീ മര്യാദക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, എല്ലാം ചെറിയ കാര്യത്തിന് ഒരു ദേഷ്യപ്പെടുന്ന പറഞ്ഞ് ഷാനവാസ് ഒരുപാട് അനീഷിന് പറയുന്നത്. ഈ ഞാൻ പറയാനുള്ളത്, ഷാനവാസ് അനീഷ് ഒറ്റയ്ക്ക് കളിക്കട്ടെ, ഫ്രണ്ട്സ് ഒക്കെ ആവാം, പക്ഷെ ഓവർ ആവരുത്. എന്ന് വെച്ചാല് അപ്പൊ അവരെന്ത് തെറ്റിയതിൽ ഞാൻ ഒന്നും പറയത്തില്ല, കാരണം എന്റെ ഫ്രണ്ടാണ് അവൻ, അങ്ങനെ ഒന്നുമില്ല. പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയട്ടെ, അല്ലെങ്കിൽ അവര് ഒറ്റയ്ക്ക് കളിക്കട്ടെ, അവരങ്ങനെ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യട്ടെ. പിന്നെ ഒരു ഫാൻ സോൺ വന്നിരുന്നു. അനീഷിന് ഫാൻ സോൺ, അനീഷെല്ലാവരും വോട്ടെടുത്ത് ജിയോ ഹോട്ട്സ്റ്റാറിലെ ഒരു ദിവസം ഇച്ചിരി നേരത്തേക്ക് കുട്ടിയായിട്ട് അഭിനയിക്കണം എന്നുള്ള സ്ഥാനത്തിൽ അനീഷിന് കിട്ടുന്നു. അനീഷ് കുട്ടിയൊക്കെ ആവുന്നുണ്ട്. കുഞ്ഞു കുട്ടിയെ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നെവിന്റെ കൂടെയും ലക്ഷ്മിയുടെ കൂടെയൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര കോമഡിയാണ്, ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെയാണ് ആദിലയും നൂറയും തമ്മിൽ വിഷയം. അപ്പൊ ആദില ദേഷ്യപ്പെടുന്ന കാര്യം നൂറ് പറയാണ്, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആദില നിന്റെ ഈ ദേഷ്യം, നീ കുറച്ച് കുറയ്ക്കാം, അനീഷിനോട് എപ്പോഴും നീ ഇതേപോലെ തന്നെയാണ്. അപ്പൊ ആദില പറയാണ്, ഞാൻ അയാളോട് മാത്രമാണ്, കാരണം എനിക്ക് അയാളെ ഇഷ്ടമല്ല, എനിക്ക് അയാൾ ശത്രുതയുടെ പട്ടികകളും ഞാൻ അയാളെ ഇറക്കിയില്ല, പക്ഷെ എനിക്ക് അയാളെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഈ ദേഷ്യപ്പെടുന്നത്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ അന്ന് നൂറ് പറയണം, പക്ഷെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല, നീ ഇങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പോൾ നൂറ് തന്നെ പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരിക്കലും നിന്നോട് നിന്റെ തെറ്റുകൾ ഓപ്പണായിട്ട് പറയില്ല, അതെനിക്കൊന്ന് മനസ്സിലായി, പാഠം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് നൂറേയും അതിൽ തമ്മിൽ ഒരു ഒരു പിണക്കം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ നൂറ പാത്രം കഴിയുമ്പോഴത്തേക്കും അതിൽ പറഞ്ഞു, ഞാൻ കഴിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പൊക്കെ ഇട്ട് പതിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവരുടെ ഒരു ചെറിയൊരു ഇതൊക്കെ അവരൊന്ന് സെറ്റ് ആവുന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു പിണക്കം പോലെ നൂറക്ക് ഒരു ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. ആദ്യം അങ്ങനെ ചെയ്തതിൽ ഉള്ളിൽ തട്ടിയിട്ടുണ്ട് നൂറക്ക്. പിന്നെ അവർ തമ്മിൽ ചെറിയൊരു പിണക്കം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഷാനവാസിനടുത്ത് അനീഷ് പോയി മിണ്ടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് ആണെങ്കിലും മുഖം തിരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അനീഷിന് കുറച്ച് സങ്കടമായിരുന്നു തോന്നുന്നു, ഷാനവാസിനോട് അങ്ങനെ പറഞ്ഞത് വേണ്ടായിരുന്നു എന്ന് തോന്നി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോയത്. പിന്നെ ഡെയിലി ടാസ്ക് വരുന്നുണ്ട്. ഡെയിലി ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ സീസൺ 2 കണ്ടില്ലേ, മറ്റേ തലങ്ങാണിയില് മറ്റേ പില്ലോയില് പഞ്ഞി നിറച്ചിട്ട് കൊടുക്കുക, അത് നമ്മൾ സീസൺ 2 കണ്ടു. അങ്ങനത്തെ ഒരു അടിപൊളി ടാസ്ക് ആയിരുന്നു അത്. അതും ഒരു ഫാക്ടറി ബേസ്ഡ് ടാസ്ക് ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ അതേപോലത്തെ ഒരു ഡെയിലി ടാസ്ക് പോലെ വന്നു. ഡെയിലി ടാസ്കിനിടയിൽ ഈ പില്ലോ ഉണ്ടാക്കിയിട്ട് 5 പേര് സ്റ്റോർ റൂമിന് ഫ്രണ്ടിലെത്തണം.
അപ്പൊ അവിടെ ഇരിക്കാൻ ഒരു സമ്മാനം ഉള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് പില്ലോ ചെയ്തിട്ട് ലക്ഷ്മി പിന്നെ നെവിൻ, ജിഷിൻ, ബിന്നിയും ഒരാളും സൗമാനല്ല, ഒരാളും കൂടി ഉണ്ട്, ഒരാൾ പേര് ഓർമ്മയില്ല, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഈ 5 പേര് വാല് തുറന്ന് സ്റ്റോർ റൂമിൽ വാല് തുറക്കുമ്പോ പില്ലോ വെച്ച് മറച്ചു വെച്ചിട്ട് ഹാപ്പി കപ്പിൾസ്. അപ്പത്തേക്ക് മനസ്സിലായി ഹാപ്പി കപ്പിൾസിന്റെ പ്രൊമോഷനാണ്. ജീവൻ, നമ്മള് പറഞ്ഞ അനുമോളുടെ എക്സ് ലവർ ആണ് എന്ന് പറഞ്ഞ് ജീവൻ വരുന്നുണ്ട്. ജീവൻ വരുമ്പോ അനുമോളെയാണ് കാണിക്കുന്നത്. അപ്പൊ അനുമോള് വീഡിയോയിൽ കാണിക്കുന്ന മൊത്തം അനുമോൾ. അപ്പൊ അനുമോളാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ അയ്യോ വന്ന ഒരു ഇവൻ ഇവിടെ വന്നോ എന്നുള്ളൊരു ഇത് നിൽക്കുന്നുണ്ട്. കാരണം പുള്ളിക്കാരിയുടെ എക്സ് ആണല്ലോ. അപ്പോൾ ഒന്നും മൈൻഡൊന്നും കൊടുക്കാതെ പെൺകുട്ടിയോട് മാത്രം സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ട്രെയിലറും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം അവർ പോയി. പിന്നെ ജയിൽ നോമിനേഷൻ വരികയാണെങ്കിൽ എല്ലാവരും അനീഷിനെയും ആദിലേനെയും വോട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ജയിലിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിൽ ബിന്നി, ആര്യൻ, അക്ബർ ഇവർ 3 പേരും വന്നു. അതിനുശേഷം ജയിലിലെ ടാസ്ക് വരങ്ങൾ നമുക്ക് രാവിലെ തന്നെ പോവുകയാണ്. അനീഷും ആദിലും ജയിലിലേക്ക് പോവാണ്. ഇരുവരും മിഠായൊക്കെ കൊടുത്തിട്ട് കുറച്ചേരം സംസാരിച്ചിരുന്നിട്ട് അവർക്കുള്ള പണി മുത്തുമാല കുറക്കലും അതൊക്കെ അങ്ങനെ ഒരു പണിയും കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് എപ്പിസോഡ് നടന്നത്. പിന്നെ ജിസേലിന്റെ ആര്യന്റെ ലവ് ട്രാക്കില് ഒനീലും അഭിലാഷ് പറയുന്നത് ഇങ്ങനെ ഇവരുടെ ലവ് ട്രാക്ക് തന്നെയാണ്, ഇങ്ങനെ പോവാണെങ്കിൽ ഇവർ ഔട്ടാവും, കാരണം അതാണല്ലോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതാണ് എപ്പിസോഡ് നടക്കുന്നത്. എപ്പിസോഡിൽ പ്ലസ്സിൽ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ ജയിൽ നോമിനേഷൻ അത് കാണിച്ചില്ലായിരുന്നു, അത് പ്ലസ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എപ്പിസോഡ് നടന്നത്. നാളെ എന്തായിരിക്കും ലാലേട്ടൻ വരുന്നത്, അല്ലെങ്കിൽ ആരാണ് ഔട്ടാവാൻ പോകുന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നതാണ് നാളെ. അപ്പൊ അതുവരെയും ബൈ.